ഇപ്പോൾ തിരുവനന്തപുരത്തെ യുവമോർച്ചയുടെ പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ, ക്ലിഫ് ഹൗസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. ടി എസ് ഹരികൃഷ്ണനാണ് വിവരങ്ങളുമായുള്ളത്. ഹരി, എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ ഈ പ്രതിഷേധ പരിപാടി നടക്കുന്നത്? കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെതിരെ KPCC ആസ്ഥാനത്തേക്ക് ഉൾപ്പെടെ BJPയുടെ മാർച്ചുണ്ടായിരുന്നു. ഇന്നത്തെ വിഷയം എന്താണ്? രതീഷെ, മാർച്ച് ക്ലിഫ് ഹൗസിലേക്കാണ് യുവമോർച്ച നടത്തിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിയിൽ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രധാനമായും യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന വിഷയം, സംസ്ഥാനത്ത് PSCയിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടില്ല, എന്നാൽ ഡൽഹിയിലെ സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു, ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന പ്രതിഷേധത്തിനുള്ള കാരണം. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് എത്തിയിരിക്കുന്നത്. മാർച്ച് ഇപ്പോൾ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡുകൾ വച്ച് തടഞ്ഞിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളുമായി ആ ബാരിക്കേഡിൻ്റെ ആ പരിസരത്ത് യുവമോർച്ചയിലെ പ്രവർത്തകർ തുടരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. സാധാരണ പ്രതിഷേധം ഈ സമയത്തൊക്കെ വ്യാപിക്കുമ്പോൾ ജലപീരങ്കി പ്രയോഗിക്കും. പക്ഷേ ഇത്തവണ ഇതുവരെ ജലപീരങ്കി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ പ്രതിഷേധം ഒന്ന് അയവ് വരുത്താൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്നുറപ്പാണ്. മറ്റ് സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. കാരണം പോലീസുകാരെല്ലാം ആ ബാരിക്കേഡിന് അപ്പുറത്താണ്, പ്രതിഷേധക്കാരെല്ലാം ബാരിക്കേഡിന് ഇപ്പുറത്തുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസും പ്രവർത്തകരും നേർക്കുനേർ മുഖാമുഖം വരുന്ന ഒരു സ്ഥിതി എന്തായാലും ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ഇപ്പോഴില്ല. പക്ഷേ ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ബാരിക്കേഡിൻ്റെ മുൻവശത്ത് തുടരുകയാണ്. ഈ PSC സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടില്ല, ഡൽഹി സമരത്തിൽ ഇടപെട്ടു. PSCയുമായി ബന്ധപ്പെട്ടും സർക്കാർ നടപടികൾ സ്വീകരിക്കുകയല്ലേ? ഈ മുദ്രാവാക്യം അത് പേരിന് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യമാണ്. ഡൽഹി സമരത്തിൽ പങ്കെടുത്തതിനുള്ള പ്രതിഷേധമാണ്, ഡൽഹിയിലെ സമരത്തിലുള്ള മറുപടിയാണ്. അങ്ങനെ രാഷ്ട്രീയമായി എടുക്കേണ്ടി വരും അല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ നമുക്ക് കരുതാവുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം KPCCയിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട്. അപ്പോഴാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ രാഷ്ട്രീയമായി കാണുമ്പോൾ നമുക്ക് അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ എങ്കിലും പ്രവർത്തകരുടെ യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് നേരത്തെയും PSC വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ് യുവമോർച്ച അവകാശപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രതിഷേധം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻവശത്തേക്ക് നടത്താനുള്ള സാഹചര്യവും അതാണ്. ആ പ്രതിഷേധമാണ് ഇപ്പോഴും തുടരുന്നത്. PSC സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടില്ല, ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുത്തു എന്നാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപം. മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക്, ഔദ്യോഗിക വസതിയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ദേവസ്വം ബോർഡ് ജംഗ്ഷൻ, അവിടെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞത്. ബാരിക്കേഡ് മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ പ്രവർത്തക പങ്കാളിത്തം ദൃശ്യങ്ങളിൽ അനുഭവപ്പെടുന്നത്. പോലീസ് പക്ഷേ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ജലപീരങ്കി ഇതുവരെയും പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ബാരിക്കേഡ് മാറ്റാനുള്ള ശ്രമമൊക്കെ തുടരുകയാണെങ്കിൽ നടപടി ഉണ്ടാകും. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. PSCയുമായി ബന്ധപ്പെട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS ആസൂത്രണ ബോർഡ് ചീഫ്, എക്കണോമിക്സ് ആൻഡ് സ്ട്രാറ്റജിക് റിസർച്ച് ഓഫീസർ എന്നീ പ്രധാനപ്പെട്ട പരീക്ഷകളിൽ വലിയ ക്രമക്കേടുണ്ട്, അതിപ്പോൾ അന്വേഷണ പരിധിയിലാണ്. PSCയുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതേസമയം ഡൽഹി സമരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു എന്നതുകൂടി വിഷയമാണ്. അപ്പോൾ രാഷ്ട്രീയമായൊരു മറുപടി എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. PSC വിഷയവും ഡൽഹി സമരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്
യുവമോർച്ച പ്രതിഷേധിക്കുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിക്കുകയാണ്. ചോദ്യപേപ്പർ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് PSC ഡെപ്യൂട്ടി സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, സിസ്റ്റം അനലിസ്റ്റ്, പ്രത്യേക അന്വേഷണ സംഘം ഇവരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതടക്കം നിരവധി വിഷയങ്ങൾ PSCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഹരികൃഷ്ണ തുടരുന്നുണ്ട്. ഹരി, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയാണോ? ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പ്രവർത്തകർ പക്ഷേ പിരിഞ്ഞു പോകുന്നില്ലല്ലോ. സാഹചര്യം എന്താണ്? പ്രവർത്തകരെ പിരിച്ചുവിടാൻ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സംഭവിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഈ പ്രതിഷേധ പരിപാടി. PSC സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടില്ല, ഡൽഹി സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതാണ് സമരത്തിന് ആധാരമായി യുവമോർച്ച ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സമരഭരിതമാണ്. ഡൽഹിയിലെ സമരമാണ് പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഡൽഹി സമരത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയതലത്തിലെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം സമരത്തിന്റെ ഭാഗമായി മാറുന്നു. കേരളത്തിലും അതിന്റെ തുടർച്ചയുണ്ടാകുന്നു. ഇന്നിപ്പോൾ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പരിപാടി കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്കെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്.